Hi guys, welcome to my video. എൻ്റെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞുട്ടാ. ഇങ്ങനെ സ്കൂള് തുറക്കാറായി. അപ്പൊ സ്കൂളിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണ്ടേ. അതിന്റെ ഷോപ്പിങ്ങിന് വന്നേക്കാട്ടോ ഞാന്. കടയ്ക്ക് കയറുമ്പോ തന്നെ സ്കൂളിലേക്ക് വാങ്ങിക്കാനുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയിട്ടാ. എന്തെങ്കിലും ആവട്ടെ, ഒരു കൊട്ടാങ്കടി ഞാൻ എടുത്തു. സ്കൂളിലേക്കുള്ള സാധനങ്ങളാ വാങ്ങിക്കണേന്ന് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. അപ്പൊ അച്ഛനമ്മയ്ക്കും തോന്നി എന്നിങ്ങനെ വിട്ടാ ശരിയാവില്ലാന്ന്. പിന്നെ അച്ഛനായിട്ടാ എൻ്റെ സാധനങ്ങള് സെലക്ട് ചെയ്യണത്. ഞാൻ പെട്ടു ഗൈസ്. ഈ സെക്ഷനിലേക്ക് വന്നപ്പോഴേ എനിക്ക് എല്ലാ സാധനങ്ങളും വേണമെന്ന് തോന്നി. ഇപ്പൊ കുറച്ചായിട്ട് ഞാൻ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യണ്ട ചേച്ചിയുടെ ഒപ്പം. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ കാണുമ്പോഴേ എനിക്ക് കൊതിയാ. പക്ഷെ വാങ്ങിയില്ലാന്നേ. സ്കൂളിലൊക്കെ അല്ലേ പോണേ, ആ സാധനങ്ങൾ വാങ്ങിച്ചാൽ മതിയെന്ന് അച്ഛൻ. പിന്നെ ഞാൻ പോട്ടേന്ന് വിചാരിച്ചു. അടുത്ത തവണ അച്ഛമ്മയെ കൂട്ടി വരാം. അതാവുമ്പോ അച്ഛമ്മ എനിക്ക് വാങ്ങിത്തരൂട്ടാ. ബില്ലടിക്കാൻ പോകുമ്പോ ഞാൻ അവിടെ തന്നെ നിന്നു. അല്ലെങ്കിൽ വീട്ടിലെത്തുമ്പോ ഇതിലത്തെ പകുതി സാധനങ്ങള് കാണാണ്ടാവില്ല. നല്ല ബുദ്ധിയാ എൻ്റെ അച്ഛനും അമ്മയ്ക്കും. കൊറേ തവണയായി ഇവരെന്നെ പറ്റിച്ചിട്ടുണ്ട്. ബില്ലടിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ കഴിക്കാനാട്ടാ കൈ പിടിച്ചിരിക്കണ. അമ്മയുടെ കയ്യില് ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നേ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ. അവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു. അവിടെ നിന്ന് നേരെ ഞങ്ങൾ മോമോസ് കഴിക്കാൻ പോയിട്ടാ. വീട്ടിൽ കൊണ്ടുവന്നിട്ടാ കഴിച്ചത്. പക്ഷെ അച്ഛമ്മക്ക് ഇഷ്ടായില്ല. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങള് അച്ഛമ്മയും കൂട്ടിയിട്ട് ഇറങ്ങി. ഇത്തവണ തുണിക്കടയിലേക്കാണ് അറിഞ്ഞൂട്ടാ. ഡ്രസ് വാങ്ങിത്തരാം. വേറെന്തെങ്കിലും? ഇത് വെറുതെ അമ്മ ചോദിച്ചതാട്ടോ. മേടിച്ച് തരില്ല എന്നാണ് അമ്മ ഉദ്ദേശിച്ചത്. അച്ഛമ്മയെ ഞാൻ കൂട്ടിയതിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഷോക്സും ടവലും വാങ്ങിപ്പോയതാണ് കേട്ടോ അവിടേക്ക്. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഞങ്ങളെ കാണാണ്ടായിട്ടാ. എന്നീ രാധമ്മയും ഞാന് അച്ഛമ്മയും കുട്ടിയും ആദ്യം അറിയാണ്ട് എനിക്ക് ഒരു ഡ്രസ്സ് എടുക്കാൻ പോയതാ. എന്നിട്ട് അവിടെ നിന്ന് എനിക്ക് ഒരു ഉടുപ്പ് വാങ്ങിച്ചു കേട്ടാ. ഒരു ഭംഗിയില്ല. അവിടെ വേണ്ടെന്ന് പറയല്ലോ. അങ്ങനെ ഞങ്ങള് അത് ബില്ലിട്ടോണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഞാനൊരു CCTV കണ്ടത്. തിരിച്ചു പോകുമ്പോ ഞങ്ങള് പച്ചക്കറിയും കൂടി വാങ്ങിക്കാന്ന് വിചാരിച്ചു. ഞങ്ങള് എപ്പോഴും ഇവിടെ നിന്നാട്ടാ ഞങ്ങള് പച്ചക്കറി വാങ്ങിക്കാറ്. ഞങ്ങള് രണ്ടാളും വണ്ടിയിലിരിക്കുകയാണ്. അവരുടെ പച്ചക്കറി അച്ഛൻ അങ്ങോട്ട് നോക്കൂ. പല്ല് പറയാറായി. ആ പല്ല് പോണ സ്ഥലത്ത് കട്ടുള്ള സാധനങ്ങളും കഴിക്കണം. ഇപ്പൊ നെല്ലിക്കത് ഇനിയിപ്പോ കഴിക്കൊന്നും ഇട്ടാക്കാം. അപ്പൊ ഈ പല്ല് പോരും. ഈ നല്ല നെല്ലിക്ക കേട്ടോ കഴിക്കണം. അച്ഛാ അരിനെല്ലിക്ക കഴിച്ചപ്പോ എനിക്കത് ഭയങ്കര ഇഷ്ടായി. അവിടെ നിന്ന് ഞങ്ങള് നേരെ വീട്ടിക്ക് പോന്നു കേട്ടാ. പിന്നെ നമ്മള് വാങ്ങിയ ഡ്രസ്സ്
വിട്ടോക്കണല്ലോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.